നൈട്രജൻ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾക്ക് പ്രചാരമേറുകയാണ്. വായിൽ നിന്നും മൂക്കിൽ നിന്നും പുകവരുന്ന കൗതുകമാണ് ഇത്തരം ഭക്ഷണ വസ്തുക്കളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നത്. പണ്ടുകാലത്ത് സിനിമകളിൽ സ്മോക്ക് സെറ്റ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ലിക്വിഡ് നൈട്രജൻ ഇന്ന് ഐസ്ക്രീമിലും ബിസ്ക്കറ്റിലുമൊക്കെ കലർത്തി വിപണനം നടത്തുകയാണ്. എന്നാൽ ഈ ലിക്വിഡ് നൈട്രജൻ ശരീരത്തിനുള്ളിലേക്ക് കടന്നാൽ വിവിധ അസുഖങ്ങളോടൊപ്പം മരണവും സംഭവിക്കാം. -196°C തണുപ്പിച്ച നൈട്രജൻ ചേർത്ത ഐസ്ക്രീമോ ബിസ്ക്കറ്റോ വായിൽ വെക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റാത്തത്ര തണുപ്പാണ് അനുഭവപ്പെടുക. ഇത് വായിലെ ചൂടുമായി ചേരുമ്പോഴാണ് വായിൽ നിന്നും മൂക്കിൽ നിന്നും പുക വരുന്നത്. തണുപ്പ് കാരണം എത്രയും പെട്ടെന്ന് അവ വിഴുങ്ങാനാണ് എല്ലാവരും ശ്രമിക്കുക. അതുമൂലം നൈട്രജൻ ആമാശയത്തിലേക്ക് കടക്കുന്നു. ഈ തണുപ്പ് ആമാശയത്തിന് സഹിക്കാൻ പറ്റാതാവുകയും ആന്തരികമായി കോൾഡ് ബേൺ എന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും അതിന്റെ തുടർച്ചയായി അൾസർ, അനിയന്ത്രിതമായ വയറുവേദന തുടങ്ങിയവ ഉണ്ടാകുവാനുള്ള സാധ്യതയേറെയാണ്. നൈട്രജന്റെ അളവ് കൂടുതൽ വിഴുങ്ങാൻ ഇടയായാൽ ആമാശയത്തിൽ ചെറിയൊരു സ്ഫോടനം ഉണ്ടാകുവാനും ഇടയുണ്ട്. ഇത് ഒഴിവാക്കാൻ നൈട്രജൻ വായിൽ വെച്ച് തന്നെ പൂർണ്ണമായും ബാഷ്പീകരിച്ചതിന് ശേഷം വിഴുങ്ങുക എന്നുള്ളതാണ്. എന്നാൽ കുട്ടികൾക്ക് തണുപ്പ് കാരണം ഇത് സാധ്യമാവുകയില്ല. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും. അതുകൊണ്ട് ദയവായി ഇത്തരം ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. കൗതുകത്തിനു വേണ്ടി നമ്മൾ കഴിക്കുന്ന നൈട്രജൻ ചേർത്ത ഇത്തരം ഭക്ഷണ വസ്തുക്കൾ നമ്മുടെ കുട്ടികളുടെയും പ്രിയപ്പെട്ടവരുടെയും ജീവന് ഭീഷണിയാവാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. മനുഷ്യജീവന് ഭീഷണിയായി തീരാതിരിക്കാൻ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക. ഇത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഒരു അപേക്ഷയാണ്.